എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത്. സോ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ 1-2 പ്രാവശ്യം കേൾക്കുക. എന്നിട്ട് ഈ മലയാളം സെൻറ്റൻസസ് ഒന്ന് ഇംഗ്ലീഷിൽ ഇത് നോക്കാതെ പറയാൻ ശ്രമിക്കുക. സോ ഇങ്ങനെ കുറേ തവണ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എനിക്കതത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നെങ്ങനെയാണ് പറയുന്നത്? ഇത് പാസ്റ്റ് ടെൻസ് ആണ്. സോ ഡിഡ് എന്ന ഓക്സിലറി വെർബിൻ്റെ കൂടെ നോട്ട് കൂടെ ചേർക്കണം. സോ ഐ ഡിഡൻറ്റ് ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. അത്രയ്ക്ക് എന്ന് പറയാൻ ദാറ്റ് മച്ച് എന്ന് പറയാം. സോ ഐ ഡിഡൻറ്റ് ലൈക്ക് ഇറ്റ് ദാറ്റ് മച്ച് എന്ന് പറഞ്ഞാൽ എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് മീനിങ്. ഐ ഡിഡൻറ്റ് ലൈക്ക് ഇറ്റ് ദാറ്റ് മച്ച്. ഇനി അടുത്തത്, അവരാരാണ് എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് കെയർ എന്ന് പറയാം. ഐ ഡോണ്ട് കെയർ. അവരാരാണ് എന്നുള്ളത് എന്ന് പറയാൻ ഹൂ ദേ ആർ. സോ ഐ ഡോണ്ട് കെയർ ഹൂ ദേ ആർ എന്ന് പറഞ്ഞാൽ അവരാരാണ് എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല എന്നാണ് മീനിങ്. ഐ ഡോണ്ട് കെയർ ഹൂ ദേ ആർ. ഇനി അടുത്തത്, ഞാൻ നിന്നോട് കുറച്ച് കാര്യം പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ഞാൻ നിന്നോട് കുറച്ച് കാര്യം പറയട്ടെ. പറയട്ടെ എന്നുള്ള അർത്ഥം വരേണ്ടപ്പം ലെറ്റ് എന്ന വാക്ക് യൂസ് ചെയ്യുക. സോ ലെറ്റ് മീ ടെൽ യു സംതിങ് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് കുറച്ച് കാര്യം പറയട്ടെ എന്നാണ്. ലെറ്റ് മീ ടെൽ യു സംതിങ്. ശ്രദ്ധയോടെ കേൾക്കുക എന്നെങ്ങനെ പറയും? കേൾക്കുക എന്ന് പറയാൻ ലിസൺ. ശ്രദ്ധയോടെ എന്ന് പറയാൻ നമുക്ക് കെയർഫുള്ളി അല്ലെങ്കിൽ അറ്റൻറ്റീവ്ലി എന്ന് പറയാം. രണ്ടിൻ്റെയും മീനിങ് ശ്രദ്ധയോടെ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് എന്നുള്ള മീനിങ് ആണ്. സോ ലെറ്റ് മീ ടെൽ യു സംതിങ്, ലിസൺ കെയർഫുള്ളി, അല്ലെങ്കിൽ ലെറ്റ് മീ ടെൽ യു സംതിങ്, ലിസൺ അറ്റൻറ്റീവ്ലി എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് കുറച്ച് കാര്യം പറയട്ടെ, ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്ത സെൻറ്റൻസ്, മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് നമുക്ക് പറയണം. അതെങ്ങനെ പറയും? There is something called humanity. There is something called humanity. Humanity എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എന്നാണ്. സോ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് there is something called humanity. ഇനി അടുത്തത്, എനിക്കൊരു അവസരം താ എന്ന് പറയണം. അതെങ്ങനെ പറയും? അവസരം എന്ന് പറയാൻ ചാൻസ് എന്ന് പറയാം. തരിക എന്ന് പറയാൻ ഗീവ്. സോ ഗീവ് മീ എ ചാൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു അവസരം തരിക എന്നാണ് മീനിങ്. ഗീവ് മീ എ ചാൻസ്. പിന്നെ അടുത്തത്, അവർ എല്ലാവരും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. അതെങ്ങനെ പറയും? പ്രിയപ്പെട്ടവർ എന്ന് പറയാൻ ഡിയർ എന്ന് പറയാം. സോ ഓൾ ഓഫ് ദം ആർ ഡിയർ ടു അസ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് എന്നാണ്. ഓൾ ഓഫ് ദം ആർ ഡിയർ ടു അസ്. ഓൾ ഓഫ് ദം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും. ഡിയർ ടു അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് എന്നാണ് മീനിങ്. ഓൾ ഓഫ് ദം ആർ ഡിയർ ടു അസ്. ഇനി അടുത്തത്, ഇക്കാര്യം എങ്ങനെയെങ്കിലും പരിഹരിക്കുക അല്ലെങ്കിൽ ശരിയാക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ശരിയാക്കുക എന്ന് പറയാൻ നമുക്ക് സോർട്ട് ഔട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ സോൾവ് എന്ന് പറയാം. സോ സോൾവ് ദിസ് മാറ്റർ സംഹൗ. സംഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്നുള്ള മീനിങ് ആണ്. സോ സോൾവ് ദിസ് മാറ്റർ സംഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ വിഷയം പരിഹരിക്കുക എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ സോർട്ട് ഔട്ട് ദിസ് മാറ്റർ സംഹൗ എന്ന് പറയാം. എന്ന് പറഞ്ഞാലും ഈ വിഷയം എങ്ങനെയെങ്കിലും പരിഹരിക്കുക എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവൾ അവിടെ വെച്ച് തന്നെ നിരസിച്ചു എന്ന് പറയണം. അതെങ്ങനെ പറയും? നിരസിക്കുക എന്ന് പറയുന്നതിന് റെഫ്യൂസ് എന്ന് പറയാം. സോ ഷി റെഫ്യൂസ്ഡ് ദെൻ ആൻഡ് ദെയർ എന്ന് പറഞ്ഞാൽ അവൾ അവിടെ വെച്ച് തന്നെ നിരസിച്ചു എന്നാണ് മീനിങ്. ദെൻ ആൻഡ് ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ എന്നുള്ളൊരു മീനിങ് ആണ്. സോ ഷി റെഫ്യൂസ്ഡ് ദെൻ ആൻഡ് ദെയർ എന്ന് പറഞ്ഞാൽ അവൾ അവിടെ വെച്ച് തന്നെ നിരസിച്ചു എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഞാൻ അടുത്തിടെ അവളെ കണ്ടു അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇവിടെ ഞാനാണ് സബ്ജക്റ്റ്. ഐ വരുമ്പം കണ്ടിട്ടുണ്ട് എന്ന് പറയേണ്ടപ്പം ഹാവ് പ്ലസ് V3 ഫോം. കാണുക എന്നുള്ളത് സി ആണ്. അതിൻ്റെ V3 ഫോം എന്താണ്? സീൻ. സോ ഐ ഹാവ് സീൻ ഹർ റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ അടുത്തിടെ കണ്ടു എന്നാണ് മീനിങ്. റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ അടുത്തിടെ എന്നുള്ളൊരു മീനിങ് ആണ്. ഐ ഹാവ് സീൻ ഹർ റീസെൻ്റ്ലി. ഇനി അടുത്തത്, എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയണം.
തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാം. സോ ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ എന്ന് പറഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നാണ് മീനിങ്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഇത് തന്നെ കുറച്ചും കൂടി നന്നായിട്ട് പറയണമെങ്കിൽ ഡോണ്ട് ഗെറ്റ് മീ റോങ് എന്ന് പറയാം. ഡോണ്ട് ഗെറ്റ് മീ റോങ്. ഗെറ്റ് മീ റോങ് എന്ന് പറഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഡോണ്ട് ഗെറ്റ് മീ റോങ് എന്ന് പറഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നിങ്ങൾ എത്ര വാടകയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എത്ര വാടക കൊടുക്കുന്നു എന്നുള്ള ഒരു മീനിങ് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എത്ര എന്ന് ചോദിക്കാൻ ഹൗ മച്ച് എന്ന് പറയാം. വാടക എന്ന് പറയുന്നത് റെൻ്റ് എന്നാണ്. സോ ഹൗ മച്ച് റെൻറ്റ് ഡു യു പേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വാടക കൊടുക്കുന്നു എന്നാണ് മീനിങ്. ഹൗ മച്ച് റെൻറ്റ് ഡു യു പേ. ഇനി ഇപ്പം നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിയുമ്പം നിനക്ക് ഈ ഡ്രസ്സ് ഇട്ട് നോക്കണോ എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഇട്ട് നോക്കണോ എന്ന് ചോദിക്കാൻ ഡു യു വോണ്ട് ടു ട്രൈ ഓൺ ദിസ് ഡ്രസ്സ് എന്ന് ചോദിക്കാം. ഡു യു വോണ്ട് ടു ട്രൈ ഓൺ ദിസ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഈ ഡ്രസ്സ് ഇട്ട് നോക്കണോ എന്നുള്ള ഒരു മീനിങ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഡു യു വോണ്ട് ടു ട്രൈ ദിസ് ഡ്രസ് ഓൺ എന്ന് ചോദിക്കാം. ഡു യു വോണ്ട് ടു ട്രൈ ഓൺ ദിസ് ഡ്രസ് അല്ലെങ്കിൽ ഡു യു വോണ്ട് ടു ട്രൈ ദിസ് ഡ്രസ് ഓൺ എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് നിനക്ക് ഇട്ട് നോക്കണോ എന്നുള്ളൊരു മീനിങ് ആണ്. ഇനി അടുത്തത്, എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഈസ് ദെയർ എനിത്തിങ് എന്നാണ്. ഈസ് ദെയർ എനിത്തിങ്. ഇനി എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യാവുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ക്യാൻ ഡു ഫോർ യു എന്ന് പറയാം. സോ ഈസ് ദെയർ എനിത്തിങ് ഐ ക്യാൻ ഡു ഫോർ യു എന്ന് ചോദിച്ചാൽ എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നാണ് മീനിങ്. ഈസ് ദെയർ എനിത്തിങ് ഐ ക്യാൻ ഡു ഫോർ യു. ഇനി അടുത്തത്, വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും ചെയ്യുക എന്ന് പറയണം. അതെങ്ങനെ പറയും? വെറുതെ ഇരിക്കരുത് എന്ന് പറയാം. ഡോണ്ട് സിറ്റ് ഐഡിൽ എന്ന് പറയാം. ഐഡിൽ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. സോ വെറുതെ ഇരിക്കരുത് എന്ന് പറയാം ഡോണ്ട് സിറ്റ് ഐഡിൽ. എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡു സംതിങ്. ഡു സംതിങ്. സോ ഡോണ്ട് സിറ്റ് ഐഡിൽ ഡു സംതിങ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഡോണ്ട് സിറ്റ് ഐഡിൽ ഡു സംതിങ്. ഇനി അടുത്തത്, നീ എന്തിനാണ് കാത്തു നിൽക്കുന്നത്? അതെങ്ങനെ ചോദിക്കും? വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ. സോ നീ എന്തിനാണ് കാത്തിരിക്കുന്നത് എന്ന് ചോദിക്കാനാണ് വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ എന്ന് പറഞ്ഞത്. ഇനി അടുത്തത്, നിനക്ക് തോന്നുന്നതെന്തും നീ ചെയ്യുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ഡു വാട്ട് എവർ യു ഫീൽ ലൈക്ക്. യു ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് തോന്നുന്നത് എന്നുള്ളൊരു മീനിങ് ആണ്. ഡു വാട്ട് എവർ എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യുക എന്നാണ്. സോ ഡു വാട്ട് എവർ യു ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് തോന്നുന്നത് എന്തും നീ ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ്. ഡു വാട്ട് എവർ യു ഫീൽ ലൈക്ക്. ഇനി അടുത്തത്, ഞാൻ എങ്ങനെ നിന്നെ മനസ്സിലാക്കിപ്പിക്കും. അതെങ്ങനെ ചോദിക്കും? ഹൗ ഡു ഐ മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. ഹൗ ഡു ഐ മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. മേക്ക് യു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിന്നെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. സോ ഹൗ ഡു ഐ മേക്ക് യു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ നിന്നെ മനസ്സിലാക്കിപ്പിക്കും എന്നുള്ള മീനിങ് ആണ്. ഹൗ ഡു ഐ മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. ഇനി അടുത്തത്, നമ്മൾ ചോദിക്കത്തില്ലേ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അതെങ്ങനെ ചോദിക്കും? ഹൗ ഡെയർ യു. ഹൗ ഡെയർ യു എന്ന് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് മീനിങ്. ഹൗ ഡെയർ യു. ഇനി ചില വ്യക്തികളുടെ വാക്കുകൾക്ക് നമ്മളൊരു ബഹുമാനം കൊടുക്കും അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ കഴിവുണ്ടായിരിക്കും. സോ അങ്ങനെ ഒരാളുടെ വാക്കിനോ അഭിപ്രായത്തിനോ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിവുണ്ടെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഹിസ് വേർഡ്സ് ക്യാരി വെയിറ്റ്. ഹിസ് വേർഡ്സ് ക്യാരി വെയിറ്റ്. ക്യാരി വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് അർത്ഥവത്താണ് എന്നുള്ള ഒരു മീനിങ് ആണ്. ഹിസ് വേർഡ്സ് ക്യാരി വെയിറ്റ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.